സംസ്ഥാന സ്കൂൾ കലോത്സവം നാളെ 10 മണിക്ക് തൃശൂരിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ശക്തമായ ഗ്രീൻ പ്രോട്ടോകോൾ അടിസ്ഥാനത്തിലാണ് കലോത്സവം. തൃശ്ശിവപേരൂർ കലോത്സവ മാമാങ്കം നാളെ തുടങ്ങും. 117.5 പവൻ സ്വർണ്ണക്കപ്പ് തൃശ്ശിവപേരൂർ നഗരം ചുറ്റിത്തുടങ്ങി. പൊന്നിൻ തിളക്കമുള്ള 10,000 പ്രതീക്ഷകൾ തൃശൂർ ശക്തൻ റൗണ്ടിന് ചുറ്റും വട്ടമിടാൻ ആരംഭിച്ചു. ബുധനാഴ്ച മുതൽ സ്വർണ്ണ നേട്ടത്തിനായി മാറ്റുരക്കാൻ തുടങ്ങും. ഇതോടെ കലയുടെ പൂരപ്പറമ്പായി തൃശൂർ മാറും. 18-നാണ് കലോത്സവം സമാപിക്കുക. നാളെ കാലത്ത് 10-ന് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കലോത്സവ മാമാങ്കം ഉദ്ഘാടനം ചെയ്യുന്നത്. ശക്തമായ ഗ്രീൻ പ്രോട്ടോകോൾ അടിസ്ഥാനത്തിലാണ് കലയുടെ മാമാങ്കം നടക്കുക. പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം ചെയ്യുക എന്ന ശക്തമായ മുദ്രാവാക്യമുയർത്തി ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൗരസ്ത്യ ഭാഷാധ്യാപക സംഘടനയാണ് ഗ്രീൻ പ്രോട്ടോകോൾ സംഘടന നേതൃത്വം വഹിക്കുന്നത്. സ്കൂൾ കലോത്സവത്തിന്റെ ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റി കൺവീനർ 64-ാം സംസ്ഥാന സ്കൂൾ കലോത്സവം പൂർണ്ണമായും ഹരിതചട്ടം പാലിച്ചുകൊണ്ട് നടത്തുകയാണ്. ഉത്തരവാദിത്തപ്പെട്ട കമ്മിറ്റിയായിട്ടാണ് ഇപ്പോൾ നമ്മുടെ ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റിയെ നിയമിച്ചിട്ടുള്ളത്. ഈ ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റി ഒരുപാട് പ്രവർത്തനങ്ങൾ കുറച്ച് ദിവസങ്ങളായിട്ട് ചെയ്തു കഴിഞ്ഞു. ഒന്നാമതായിട്ട് തന്നെ നമ്മൾ NSS വിഭാഗത്തിൻ്റെ കുട്ടികളെ 750 ഗ്രീൻ വോളണ്ടിയേഴ്സിനെ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. അവർക്കുള്ള ഒരു ദിവസത്തെ പരിശീലനം നൽകി. ശുചിത്വ മിഷനും തൃശ്ശൂർ കോർപ്പറേഷനും ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റിയെ നല്ല വിധത്തിൽ സഹായിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നുണ്ട്. അവർക്കുള്ളതായ ശുചിത്വ മിഷൻ ഈ കുട്ടികൾക്കുള്ളതായ മുഴുവൻ യൂണിഫോം സൗജന്യമായിട്ട് വിതരണം ചെയ്യുന്നു. ഈ പ്രധാന വേദിയുടെ മുൻഭാഗത്തായിട്ട് ഒരു സ്വാപ്പ് ഷോപ്പ് നമ്മൾ നിർമ്മിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? പുനരുപയോഗ വസ്തുക്കളുടെ കൊടുക്കൽ വാങ്ങൽ സംവിധാനത്തിനാണ് നമ്മൾ സ്വാപ്പ് ഷോപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് നല്ല രീതിയിൽ അവിടെ പ്രവർത്തിക്കുക, 5 ദിവസവും നല്ല രീതിയിൽ പ്രവർത്തിക്കും. അതുപോലെ തന്നെ ബോട്ടിൽ ബൂത്ത് സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഈ പ്ലാസ്റ്റിക് വസ്തുക്കൾ കൊണ്ടുവരുമ്പോൾ അത് വാങ്ങിയിട്ട് നമ്മൾ സ്റ്റിക്കർ അടിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനമാണ്. 10 രൂപ നമ്മൾ അവരുടെ ഈടാക്കുകയും ചെയ്യുന്നുണ്ട്. തിരിച്ച് നമുക്ക് ആ പ്ലാസ്റ്റിക് ബോട്ടിൽ തരുമ്പോൾ നമ്മൾ തിരിച്ച് ആ 10 രൂപ അവർക്ക് തന്നെ മടക്കി നൽകുന്ന ഒരു സംവിധാനമാണ്. ഇതിലൂടെ ഇത്തരമുള്ള ഈ പ്ലാസ്റ്റിക് വസ്തുക്കൾ സമൂഹത്തിന് വരുത്തുന്ന അല്ലെങ്കിൽ പ്രകൃതിക്ക് വരുത്തുന്ന ഒരുപാട് അപാകതകൾ, ദോഷങ്ങൾ എത്രത്തോളം ഉണ്ട് എന്ന് ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സംവിധാനത്തെ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. അതുപോലെ ഒരുപാട് ഈ ശുചിത്വ മിഷനും കോർപ്പറേഷനും NSS ഒക്കെ ഒരുപാട് സംയമനത്തിന് നല്ല രീതിയിൽ നമ്മളെ ഗ്രീൻ പ്രോട്ടോകോളിൽ സഹായിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഒരു ശുചിത്വ ഡേ ആയിട്ട് നമ്മൾ തലേദിവസം ആഘോഷിക്കുകയാണ്. അതായത് NSS ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം ചെയ്യുക എന്ന ശക്തമായ മുദ്രാവാക്യം മുഴക്കിയാണ് ഈ വർഷം കലാ മാമാങ്കം നടക്കുന്നത്. ഓരോ മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട്. അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.